എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധികാമ്മ ഗോവിന്ദനോട് ആവശ്യപ്പെടുവാണ്. അതെ, നിങ്ങളെ രണ്ടുപേരുടെയും ഡിവോഴ്സ് കഴിയുന്നോടം വരെ, നിന്റെയും ഗീതുവിന്റെ ഡിവോഴ്സ് കഴിയുന്നോടം വരെ ഒരു കാരണവശാലും നിങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ച് ഒരു മുറി താമസിക്കരുത്. രണ്ടുപേരും രണ്ടു മുറി കിടന്നാൽ മതി എന്ന് പറയാം. ഇത് കേട്ടോണ്ടിരുന്ന ഗീതുവിന്റെ നിയന്ത്രണം അങ്ങോട്ട് വിട്ടു. ഗീതു പെട്ടെന്ന് അങ്ങോട്ട് ഗോവിന്ദന്റെ അരിയിലേക്ക് വന്നിട്ട് ചോദിച്ചു, അതെ, എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് ഭാര്യയാണോ അതോ വളർത്തമ്മയാണോ ഗോവിന്ദന്റെ പ്രാധാന്യം ചോദിക്കുക. എന്താ ഗീതു, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, താരി കെട്ടി ഭാര്യയെക്കാളും പ്രാധാന്യം കൂടുതലാണോ വളർത്തമ്മയ്ക്കെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോവിന്ദൻ, നീ എന്താ ഗീതു ഇങ്ങനൊന്നും ചോദിക്കില്ലെന്ന് പറയാം. ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം കിട്ടണമെന്ന് പറയാം. അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ രണ്ടുപേരും രണ്ട് മുറി കിടക്കണം എന്നുള്ള കാര്യം. അതൊക്കെ ആവശ്യപ്പെടാൻ ഇവരാരാ? വളർത്തമ്മയ്ക്ക് അതൊക്കെ പറയാൻ എന്താ അധികാരം? ഗോവിന്ദൻ എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയിട്ടുണ്ട്. ഈ താലി കെട്ടിയിടത്തോളം കാലം, ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ ഗോവിന്ദന്റെ ഭാര്യയായിരിക്കും. പക്ഷേങ്കില് അതിന്റെ പേരില് രണ്ട് മുറി കിടക്കണമെന്ന് പറയാനുള്ള അവകാശമൊന്നും ഇവർക്കില്ല എന്ന് പറയാം. പെട്ടെന്ന് രാധികാമ്മയിൽ ഒരു ഞെട്ടലുണ്ടായി. വരുണും ഞെട്ടിപ്പോയി. ദൈവമേ, ഇവിടെ അങ്ങ് ആകെപ്പാടെ പ്രശ്നമാവും തോന്നേ. ഇനിയിപ്പൊ ഇവിടെ വെച്ച് ഗോവിന്ദനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇവന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് പ്രിയ പറഞ്ഞു, അല്ല, ഒരു കാര്യം എനിക്കിപ്പോ ഉറപ്പായി. നിങ്ങൾ രണ്ടും തമ്മില് ഇത്രയും കാലം എന്റെ മുമ്പിൽ അഭിനയിക്കുമായിരുന്നു. അല്ല, ഗീത ചേച്ചി പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ഏട്ടൻ ഉത്തരം പറ. അല്ലെങ്കിലും ശരിക്കും പറഞ്ഞ ഗോവിന്ദയുടെ ഗീത ചേച്ചിനെ ചതിക്കുകയല്ലേ ചെയ്തേ. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ചേച്ചിയുമായിട്ട് ഇങ്ങനൊരു ജീവിതം? അമ്മ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം, രണ്ടുപേരും രണ്ട് മുറി താമസിച്ചാൽ മതി എന്ന് പറയാ. പെട്ടെന്ന് ഗീതവും രേഖ എല്ലാരും ഒന്ന് ഞെട്ടി. എന്നാലും എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ ഗോവിന്ദേട്ടാ ഇങ്ങനെ ഗീത ചേച്ചിയുടെ ജീവിതം കൂടെ നശിപ്പിച്ചതെന്ന് ചോദിക്കുക. ഗോവിന്ദന്റെ ഇഷ്ടപ്രകാരം അല്ലേ ഗീത ചേച്ചിയുടെ കഴുത്ത് താലി ആർത്തിയെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു, അത് മോളെ ഞാൻ ഒന്നും പറയണ്ട, ഏട്ടൻ നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാം. എന്നാലും ഇത്രയ്ക്ക് വലിയ ചതി ഗീത ചേച്ചിയോട് ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ നിങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരിക്കുന്ന. പക്ഷെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തതെന്നും എനിക്കറിയില്ല. എന്നാലും ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, അല്ല മോളെ, അതെ, 6 മാസത്തെ കോൺട്രാക്ട് നിങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കോൺട്രാക്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഗീത ചേച്ചിനെ ഒരു കറിവേപ്പില പോലെ വലിച്ചെറിയാനാണോ ഏട്ടൻ ആഗ്രഹിച്ചിരുന്നു നിൽക്കുക? അല്ല മോളെ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. കാരണം ഗോവിന്ദ കിടന്ന് വിൽക്കുക. ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്ത് മറുപടി അതിന് പറയണമെന്ന് അറിയത്തില്ല. കാരണം അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് പ്രിയ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല നിങ്ങൾ രണ്ടും വേർപിരിയാനായിട്ട്. എന്തൊക്കെ വന്നാലും ശരി, നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയാൻ പാടില്ലെന്ന് പറയാം. ഇത് കേട്ടതും വരുണും രാധികാമ്മയൊന്നും ഞെട്ടി. ഇവൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? എങ്ങനെയെങ്കിലും രണ്ടിനും രണ്ട് വഴിക്കാക്കാൻ നോക്കിക്കഴിയുമ്പോഴത്തേനും ഇവൾ അതിന്റെ ഇടയ്ക്ക് ഇടങ്കോലായിട്ട് വരുവാണോ? അല്ലിപ്പോ ഏട്ടൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ ഇഷ്ടത്തിന് വിട്ടേക്കാന്ന്. കാരണം ചേച്ചിക്ക് ഡിവോഴ്സ് കൊടുത്ത് വിട്ടേക്കാന്ന്. അങ്ങനെ വിട്ടിട്ടുണ്ടെ ചേച്ചിയുടെ ജീവിതം എന്തായി തീരുന്ന ഗോവിന്ദൻ വിചാരിച്ചിട്ടുണ്ടോ? 6 മാസത്തെ ഒരു കോൺട്രാക്ട് മാരേജ് മാത്രമായിരുന്നു നിങ്ങളുടെ. വെറും ഒരു കോൺട്രാക്ടിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചതെന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ഗോവിന്ദൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ മനസ്സിൽ കരുതിയില്ല. പിന്നെ എന്താ കരുതിയിരുന്നേ? ഇത്രയും കാലം ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിച്ചിട്ട് അവളെ നിഷ്കരണം വലിച്ചെറിയാന്ന് കരുതിയോന്ന് ചോദിക്കുക. അല്ല, അവൾക്ക് എന്ത് വേണം കോമ്പൻസേഷൻ ഞാൻ കൊടുത്തോളാം. കോമ്പൻസേഷൻ കൊടുക്കും പോലും ഇതാണോ? ആർക്കെങ്കിലും വീട്ടിലെ ഗോവിന്ദന്റെ, അതായത് ഒരു ഭാര്യയെ സ്വീകരിച്ചിട്ട് പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ അവളെ ഇങ്ങനെ കുറച്ച് കോമ്പൻസേഷൻ കൊടുത്ത് വിട്ടുകൊടുക്കുന്ന അതാണോ ഗോവിന്ദന്റെ പാരമ്പര്യം ചോദിക്കുക. പെട്ടെന്ന് ഗോവിന്ദൻ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിപ്പോയി. ഇങ്ങനെ പ്രിയ മുഖത്തടിച്ചു പോലെ ചോദിക്കുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. അല്ല പ്രിയമോളെ, ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ രണ്ടുപേരും ഇന്നു മുതൽ 2 മുറി കിടന്നാൽ മതി എന്ന് പറയാം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ചെറിയ തെറ്റിദ്ധാരണകൾ മാത്രമുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറണം. 2 മുറിയിൽ മാറി മാറി കഴിയുമ്പോൾ അറിയാം നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്, നിങ്ങൾ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് മുതൽ 2 മുറി കഴിഞ്ഞാൽ മതി എന്ന് പറയണം. അമ്മ പറഞ്ഞോളെ തന്നെ. ഈ സമയം ഗോവിന്ദ് ഗീതുവിനെ നോക്കുക. ഗീതു ആകപ്പാടെ എരിപൊരി കൊണ്ട് നിൽക്കുകയാണ്. തലയ്ക്ക് സമന്നല്ല തെറ്റിപോലെ ഒരു അവസ്ഥ, ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി ഗീതു നിൽക്കുകയാണ്. പിന്നീട് ഗീതു എന്ത് ചെയ്യണം, ഗോവിന്ദന് മുന്നിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ, പ്രിയമോൾ പറഞ്ഞ പോലെ തന്നെ ഇന്നു മുതൽ നമ്മൾ 2 മുറിയിൽ കഴിയും. പക്ഷെങ്കിൽ അത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല, ശത്രുക്കളായിട്ട്. ഇന്നു മുതൽ നിങ്ങൾ എനിക്ക് ശത്രുക്കളാന്ന് പറയാ. ഇനി ഒരിക്കലും നിന്നെന്നല്ല, ഇനി ഒരിക്കലും ഗോവിന്ദ് സാറിനെ ഞാൻ എന്റെ ഭർത്താവായിട്ട് കാണത്തില്ലെന്ന് പറയാം.
ഗോവിന്ദ് സാറും തന്നെ ഗീതു വ്യക്തമായിട്ട് പറഞ്ഞ ആ സമയത്തുള്ള ദേഷ്യം. കാരണം ഇത്രയും ദിവസം ഗോവിന്ദേട്ടെന്ന് വിളിച്ചിട്ട് ആ നാവ് കൊണ്ട് തന്നെ ഗോവിന്ദ് സാറിന്ന് വിളിച്ചു. കാരണം ഗീതുവിന് മനസ്സിലായി രാധികാമ്മയുടെ വരുണിന്റെ എല്ലാവരുടെയും മുന്നിട്ട് തന്നെ അപമാനിച്ചു കഴിഞ്ഞപ്പം അത്രയ്ക്ക് ഒരു ദുഷ്ടതരം ഗോവിന്ദൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലോ. അപ്പൊ ഇങ്ങനെ ഗോവിന്ദ് സാറെന്നെങ്കിലും താൻ വിളിക്കണ്ടേ. അതുകൊണ്ടാണ് ഗീതു അങ്ങനെ വിളിച്ചത്. പിന്നീട് ഗീതു ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങി പോവാ. ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥയിൽ ഗോവിന്ദൻ നിൽക്കുക. നേരെ പുറത്തേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് സ്കൂട്ടി കണ്ടില്ല. ഈ സ്കൂട്ടി ഇത് എവിടെ പോയിക്കുന്നു, എവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നോക്കി കഴിയുമ്പോഴത്തേനും കാറ് കണ്ടു. കാറിനിട്ട് കുറെ ചവിട്ട് പിടിയെ കൊടുക്കണം, ഒരു കാറ് പോലും എന്നും പറഞ്ഞിട്ട് കുറെ ചവിട്ടും തൊഴിയും കൊടുത്തപ്പം ഗീതന്റെ കാലം കൊണ്ട് വേദന എടുത്തു. പണ്ടാരം കാലും വേദന എടുത്തെന്ന് പറഞ്ഞിട്ട് ഗീത നിൽക്കുകയാണ്. അപ്പോഴാണ് അയ്യപ്പേട്ടന്റെ വരവ്. അയ്യപ്പേട്ടൻ ഗേറ്റ് കടന്ന് അങ്ങോട്ട് കയറി വരികയാണ്. അയ്യപ്പേട്ടനെ കണ്ടെന്ന് ഗീതിച്ചു. അയ്യപ്പേട്ട എന്റെ സ്കൂട്ടി എന്ത് ചെയ്യുന്നു ചോദിക്കാം. സ്കൂട്ടിയോ? അത് മോളെ ഞാൻ സത്യം പറ അയ്യപ്പേട്ട, എന്റെ സ്കൂട്ടി എന്ത് ചെയ്യുന്നു ചോദിക്കാം. സ്കൂട്ടിയിൽ ഒരു കുറച്ച് തേങ്ങ വീണു, വർക്ക്ഷോപ്പിലാന്ന് പറഞ്ഞു. തേങ്ങ വീഴാനോ? അതിൻ്റെ കൂടെ തെങ്ങൊന്നുമില്ല, പിന്നെന്താ കുഴപ്പം? അല്ല അത് പിന്നെ സത്യം പറ അയ്യപ്പേട്ട, സ്കൂട്ടി എന്തിയെ? ആ സ്കൂട്ടി ആണെങ്കിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ജമ്പ് ചെയ്യുന്ന. അത് മോളെ, അത് ജമ്പ് ചെയ്തൊന്ന് ജമ്പ് ചെയ്തുകൊണ്ടാ. ജമ്പ് ചെയ്ത് തെങ്ങയെപ്പോയി ഇടിച്ചു. അങ്ങനെയാണ് തേങ്ങ വീണ് സ്കൂട്ടിക്ക് കംപ്ലൈന്റ് ചെയ്ത് സ്കൂട്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തതെന്ന് പറയാം. ഓ, ഈ അയ്യപ്പേട്ടന്റെ ഒരു കാര്യം, ഇത് എന്തിന്റെ കേടായിരുന്നു? അത് കുഞ്ഞിന്റെ കാറ് കിടക്കുന്നു, കുഞ്ഞാ കാറ് കയറി പൊക്കോ. വേണ്ട വേണ്ട, എനിക്ക് കാറൊന്നും വേണ്ട, എനിക്ക് നടന്നു പോകാൻ അറിയാന്ന് പറയാം. എന്താ ഇങ്ങനെ അയ്യപ്പേട്ടനല്ല പറയണേന്ന് പറയാം. ഈ സമയം വിനോദിന്റെ കോള് ഗീതന്റെ ഫോണിലേക്ക് വരുന്നേ. ഗീതു കോൾ എടുത്തു. വിനോദേ, ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് അമ്മയോട് പറഞ്ഞേക്ക, ഞാൻ ഇപ്പൊ വരാമെന്ന് പറയണ. അങ്ങനെ കോള് കിട്ടിയത്. കുഞ്ഞെ, അതെ, വേറെ ആരോടെങ്കിലും ഉള്ള ദേഷ്യം കാറിനോട് തീർക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞെ കാറ് കയറി പോ, അതിന്റെ കീയും ആ വണ്ടിക്കകത്ത് തന്നെ ഉണ്ടെന്ന് പറയാം. അവസാനം ഗീത രണ്ടും കൽപ്പിച്ച് കാറിൽ കയറുവാണ്. ഓ, സമാധാനമായി അയ്യപ്പേട്ടൻ വിചാരിച്ചു. ഇന്ന് ഗോവിന്ദൻ കുഞ്ഞിന്റെ പ്രണയം ഗീതു അറിയും. കാരണം അതിനകത്ത് പെൺഡ്രൈവിനകത്ത് കോപ്പി ചെയ്ത് വെച്ചേക്കുക, റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുക ഗോവിന്ദന് പറയാനുള്ള പ്രണയങ്ങളല്ല. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാട്ട് വരും. ഒരു പാട്ട് വന്ന് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും തന്നെ ഗോവിന്ദന്റെ പ്രണയം അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കേൾക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഗീത് പുറത്തേക്ക് പോയപ്പോൾ അയ്യപ്പേട്ടൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ സമയം ഗോവിന്ദ് മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, എന്ത് പരിപാടി ഏതാ കാണിച്ചേ. അവളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും അമ്മയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ പോയതാ. ആണ്ടേ, അതിങ്ങനെയായിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾക്ക് തന്നെ വെറുപ്പായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അവൾ ഇന്ന് കലിപ്പോട് കൂടിയാ പുറത്തേക്ക് പോയെന്ന്. എങ്ങനെയാവും എന്തോ. പിന്നീട് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അയ്യപ്പേട്ടൻ്റെ കോള് വരുന്നേ. എന്താ അയ്യപ്പേട്ട? അത് കുഞ്ഞ് സന്തോഷിച്ചോളം പറയും. എന്തിന്? ആകെപ്പാടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് സന്തോഷിക്കാൻ പറയുന്നത്. അതല്ല, ഗീത കുഞ്ഞ് കാറ് എടുത്തോണ്ട് പോയെന്ന് പറയണേ. കാറ് എടുത്തോണ്ട് പോയോ? അപ്പൊ പെൺഡ്രൈവ്? പെൺഡ്രൈവോ? ഈ അയ്യപ്പേട്ടന് പെട്ടെന്ന് എന്താ കാര്യം ക്ലിക്ക് ചെയ്തില്ല. എന്റെ ഭഗവാനെ, ചതിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോന്ന് ഫോൺ വെക്കുവാണ്. ഇപ്പോഴെങ്ങാനും അവള് തന്റെ മനസ്സിലുള്ള പ്രണയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. കട്ടക്കലിപ്പിലായിരിക്കും. അവൾ എന്താ പറയുന്നത് പോലും പറയാൻ പറ്റില്ല. ആകെപ്പാട് ടെൻഷൻ ആയിരിക്കുക. അങ്ങനെ ഗോവിന്ദ് മുറിയിലേക്ക് ചെല്ലുക. മുറിയിലേക്ക് ചെല്ലു കഴിയുമ്പോഴത്തേനും അവിടെ ഭിത്തിയിൽ വാഷ്റൂം എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. ഇതെന്താ? അതായത് റൂമിന്റെ ഇത് അവള് ടോയ്ലറ്റ് അവള് പബ്ലിക് ടോയ്ലറ്റ് ആക്കി മാറ്റുമോ? ഇവൾക്ക് ഇത് എന്ത് പറ്റി? ഇനി വല്ല അമ്നീഷ്യ വല്ലതാണോ? ഇനിയിപ്പോ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തേലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അത് മൈൻഡ് ചെയ്തില്ല. കട്ടിലെ പോയി ഇരിക്കുവാണ്. കാരണം ഗീത തന്റെ പ്രണയം തുറന്നു പറയാനായിട്ട് ഓരോ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചേക്കുമായിരുന്നു. വാഷ്റൂം, അവിടെ നേരെ കബോർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചായിരുന്നു കണ്ടുപിടിക്കാൻ എളുപ്പത്തിന്. പക്ഷെ ഗോവിന്ദ് ഈ ടെൻഷൻ ഇടയ്ക്ക് അത് ചിന്തിച്ചും കൂടി ഇല്ല. ഈ സമയത്ത് ഗീതു എന്ത് ചെയ്യണം? ഗീതു അങ്ങോട്ട് പോവുക. അപ്പോഴാണ് ഒരു നല്ല അടിപൊളി പാട്ട് വരുന്നത്, ഒരു പഴയ പാട്ട്. ഇത് കേട്ടാൻ ഗീതുവിന് സമനില തെറ്റുമെന്നോട് തോന്നി. ഒരു പാട്ട് എന്ത് പറയുന്നില്ല, മനുഷ്യനോട് സമനില തെറ്റിയിരിക്കുമ്പോഴൊരു പാട്ട് ഇട്ടേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ആ പാട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ്. പിന്നീട് ഗീതു കുറെ സമയം ആലോചിച്ചു. ദൈവമേ, താൻ മുറിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിപ്പോ ഗോവിന്ദേട്ടൻ കണ്ട എന്ത് വിചാരിക്കും? തന്നെ പറ്റി തെറ്റിദ്ധരിക്കും. ഗോവിന്ദേട്ടൻ മനസ്സിൽ തന്നോടുള്ള ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അത് മതി അടുത്ത പ്രശ്നമാവാനായിട്ട്. എന്ത് ചെയ്യുന്നേ? ഒരു കാര്യം, തിരിച്ചു പോയി അത് വലിച്ചു പറിച്ച് കളഞ്ഞാലോ? തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരെന്ത് വിചാരിക്കും? അത് പാടില്ല. ഗീത് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അവിടെ ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറെ സമയം ആലോചിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട്. പിന്നെ തിരികെ വന്ന് വണ്ടിയിലേക്ക് കയറുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും പാട്ട് വന്നു. ഗീത അത് ഓഫ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി. പെട്ടെന്ന് ഗീത ഓർത്ത്, എന്തിനാ ഓഫ് ചെയ്യുന്നേ? ഗോവിന്ദനോടുള്ള ആരോടെങ്കിലും ഉള്ള ദേഷ്യം ഈ പാട്ടിനോട് താൻ തീർക്കുന്ന എന്തിനാ? നല്ലൊരു പാട്ടാ, അതിങ്ങനെ അങ്ങ് ഓടിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അതവിടെ ഓടിക്കോണ്ടെന്ന് തനിക്ക് എന്താ കുഴപ്പമിരിക്കുകയാണ്? ഗീത അങ്ങനെ പാട്ട് ഓഫ് ചെയ്യാനായിട്ട് പോയില്ല. ഗീതു ആ പാട്ട് കേട്ടോണ്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. ഈ സമയത്ത് ആകെപ്പാട് സമനില തെറ്റുപോലെയായിരുന്നു പ്രിയമോള് മുറിയിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? മുറിയിലുള്ള ബെഡ്ഷീറ്റും അതങ്ങ് വലിച്ചെറിയുവാണ്. ഇത് കണ്ടോണ്ട് രാധികാമ്മ അങ്ങോട്ട് വന്നു. രാധികാമ്മ വന്നിട്ട്
എന്താ എന്താ പ്രിയ നീ കാണിക്കണേ? നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത പോലും നീ മറന്നുപോയോ? ഇത്ര ദേഷ്യമൊന്നും പാടില്ലെന്ന് പറയാം. പിന്നെ ദേഷ്യപ്പെടാതെ എല്ലാരും കൂടി എന്നെ പറ്റിക്കുമല്ലേ ചെയ്തേ? ഗീത ചേച്ചി ഗോവിന്ദണ്ണും എല്ലാരും കൂടെ കൂടിയിട്ട്. ദേ അതിനിപ്പോ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ട് കാര്യമുണ്ടോ? പിന്നെ എന്നാ ചെയ്യണം? അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കാനായിട്ടാ ഞാൻ ശ്രമിച്ചേ. പക്ഷെങ്കില് അവർ രണ്ടുപേരും ഇപ്പോഴും ശത്രുക്കളെ പോലെ കഴിയുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഈ സമയം രഞ്ജു രേഖയും കൂടെ അങ്ങോട്ട് വരുന്നേ. രാധിക പറഞ്ഞു, മോളെ അത് ഗീതുവിന് ഇപ്പോഴും ഗോവിന്ദന് ഇഷ്ടമില്ല, അതുപോലെ തന്നെ ഗോവിന്ദനും. അവര് പരസ്പരം ഇങ്ങനെ ഒരു മുറി കഴിഞ്ഞെന്ന് ഓർത്തോണ്ട് അവരൊന്നല്ല, അവരെ ഡിവോഴ്സ് കൊടുത്ത് പറഞ്ഞു വിടാന്ന് പറയാണ്. അല്ലെങ്കിലും എന്തിനാ ഇഷ്ടമില്ലാതെ വെറുതെ ഒരു വീട്ടിൽ കഴിയേണ്ട കാര്യമുണ്ടോ? രണ്ടുപേരുടെ ജീവിതം നശിച്ചു പോയിക്കൊണ്ടിരിക്കുമല്ലേ എന്ന് പറയാം. എന്നാലും എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഗോവിന്ദണ്ണൻ ഗീത ചേച്ചി ഈ ത്യാഗം ചെയ്തെന്ന് പറയാം. ഈ സമയത്ത് രാധിക പറഞ്ഞു, മോളെ നിനക്ക് വേണ്ട നിന്റെ വയറ്റ് വരുന്ന കുഞ്ഞിനും വേണ്ടിയിട്ട് അവർ ഈ കാര്യം ചെയ്തേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇനിയെങ്കിലും അവരെ അവരുടെ പാട്ടിന് വിട്ടേക്ക്. ഗീതനെ സ്വന്തമായിട്ട് പറത്തി വിടുവാണെങ്കിൽ അവൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവില്ല, അവൾക്കൊരു വിവാഹം ഉണ്ടാവില്ല എന്ന് പറയാം. പെട്ടെന്ന് തന്നെ പ്രിയ പറഞ്ഞു, വിവാഹം എങ്ങനെ ശരിയാവെന്നാ പറയുന്നത്? ഇനി രണ്ടാം വിവാഹം അല്ലേ നടക്കുള്ളൂ. രണ്ടാം വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗീത ചേച്ചിക്ക് വേണ്ടിയിട്ട് ആയിരിക്കില്ല. ഗീത ചേച്ചി പണം കണ്ട് മോഹിച്ച് ആരെങ്കിലും വരുന്നതായിരിക്കും എന്ന് പറയാം. ഈ സമയത്ത് രഞ്ജു പറഞ്ഞു, അതെ രണ്ടാം വിവാഹം ഒന്നും ഒരിക്കലും ഗീതുവിന് നടക്കില്ല, എനിക്കറിയാം എന്ന് പറയാണ്. പെട്ടെന്ന് രേഖ പറഞ്ഞു, ശരിയാ ഗീതുവും ഗോവിന്ദനും തമ്മിൽ അത്രയ്ക്ക് സ്നേഹമാ. ഗോവിന്ദനും ഗീതുവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടെന്ന് പ്രിയ ഒരു നിമിഷം അമ്പരന്നു. പെട്ടെന്ന് രാധിക പറഞ്ഞു, നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ കൂടുതൽ അഭിപ്രായം ഒന്നും പറയാൻ പറയണ്ട, നീ അവിടെ നിന്നാ മതിന്ന് പറയാണ്. രേഖയുടെ നാവടുപ്പിച്ചു. ഈ സമയം രഞ്ജു പറഞ്ഞു, അല്ല രേഖച്ച് പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണേ? അവർക്ക് തമ്മിൽ പരസ്പരം ഇഷ്ടമാ, അതുകൊണ്ടാണ് രണ്ടു മുറി കഴിയുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത. കോടതിയിൽ നിന്ന് തന്നെ അവർ ഉത്തരവ് മേടിച്ച് ഒരു മുറിയിൽ കഴിയാനായിട്ടുള്ളത്. അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഈ വീട്ടിൽ ആർക്കും ഇല്ലാതെ പോലെന്ന് പറയാണ്. പെട്ടെന്ന് രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയം രാധികാമ്മ പറഞ്ഞു, ഓഹോ നിന്റെ ബുദ്ധി കൊള്ളാം. അതെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഒരു സ്നേഹവും ഇല്ല. അതുകൊണ്ടാണല്ലോ ബാംഗ്ലൂർ വെച്ച് ഗോവിന്ദ് പറഞ്ഞ ഇനി ഒരിക്കലും അവളെ ഞാൻ ഭാര്യയായിട്ട് കരുതില്ലെന്ന്. പക്ഷേങ്കില് നിന്റെ അമ്മ എല്ലാത്തിനും കാരണക്കാരി. വീണ്ടും അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിന്റെ അമ്മയാന്ന് പറയാണ്. കാരണം അവളെ ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ഗോവിന്ദനെ സ്വന്തമാക്കിയിട്ട് ഗോവിന്ദന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ വേണ്ടി നിന്റെ അമ്മ ശ്രമിച്ചതെന്ന് പറയാം. ഇത് കേട്ടൻ ഞെട്ടിത്തരിച്ച് രഞ്ജു നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.